ഹലോ ഗൈസ്, ഫജർ വ്ളോഗ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. അപ്പം അതുപോലൊരു വീഡിയോ തന്നെ ഇതും. ഇതിലെനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ 40 വ്യൂസ് കയറിയിട്ടുണ്ട്. ഈ 40 വ്യൂസ് എന്ന് വെച്ചാൽ 40ന് പുറത്തുണ്ട്. ഈ 40ന് പുറത്തുള്ള വ്യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് വ്യൂസും. ഈ വ്യൂസ് എനിക്ക് അറിയപ്പോലുമില്ല. അപ്പോൾ എനിക്ക് വ്യൂസ് കിട്ടാൻ കാരണം ഞാനിട്ട ടാഗ്, ടൈറ്റിൽ, തംബ്നെയിൽ, പിന്നെ എൻ്റെ ചാനലിൻ്റെ ബാനർ, പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും കിട്ടി. അപ്പോൾ ഞാൻ പുതിയ ചാനലാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത്. ഇതിൽ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ വ്യൂസ് ആയിട്ട് കയറിയത്. അതുപോലെ നിങ്ങൾക്കും മെച്ചപ്പെടുത്തി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഇത് ആവശ്യമുള്ളവർക്ക് എത്തുമ്പോൾ അവർക്കിതൊരു ഉപകാരപ്പെടും. അപ്പം ഞാൻ എൻ്റെ പഴയ ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോൻ്റെ കണ്ടൻറ്റ് മാറ്റി പിടിച്ച് വേറെ ഏതെങ്കിലും വീഡിയോയിലോട്ട് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് താല്പര്യമുള്ള കണ്ടൻറ്റ് നമ്മൾ ഇട്ടിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളതിനനുസരിച്ച് മാറ്റം വരുത്തിയില്ലെങ്കിൽ ചാനൽ അവിടെ നിൽക്കും. അപ്പം നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ വലിയ സംഭവം എന്നല്ല, എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ട് എഡിറ്റിങ്ങും ഉണ്ട്. ഈ നോർമലായിട്ട് വരുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നോർമൽ തംബ്നെയിലോ ബാനറോ അങ്ങനത്തെ കാര്യങ്ങൾ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യം എഡിറ്റിംഗ് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. എന്നോട് കയ്യില്ല എന്നല്ല വിചാരിക്കേണ്ടത്. നിങ്ങൾ കഴിയുന്നവരെ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി മെച്ചം തോന്നും. ആദ്യത്തെ എഡിറ്റിങ്ങിന് ഒരു രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഡെക്കറേറ്റിൻ്റെ ഒരാളാണ്. നോർമലി ഡെക്കറേറ്റ് ചെയ്യുന്ന വീടുകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഒരു ഉടമസ്ഥനാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ ആ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല സാധനങ്ങൾ വേണ്ടി വരും. ഈ പല സാധനങ്ങൾ പല ഷോപ്പിലായിരിക്കും. എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ സാധനങ്ങൾ ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പഠിക്കും. രണ്ട് തന്നെ ഈ സാധനങ്ങൾ എവിടുന്നൊക്കെ കിട്ടണേ നോക്കും. അപ്പം അതന്നെ ഈ എഡിറ്റിങ്ങും. ആദ്യം നമ്മൾ എഡിറ്റിങ് ചെയ്താൽ അത് എന്തൊക്കെ ആവുമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ആ എഡിറ്റിങ് ചെയ്യാനുള്ള സാധനങ്ങൾ എവിടെയൊക്കെയാണ് നമുക്ക് ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഈ ഐഡിയ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എഡിറ്റിങ് ചെയ്താലേ നമുക്കൊരിത് കിട്ടത്തുള്ളൂ. പിന്നെ അതേമാതിരി യൂട്യൂബിൻ്റെ പല പാർട്സുകൾ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാനർ റെഡിയൊക്കെ എല്ലാ സാധനവും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ വീഡിയോ ബോറിംഗ് ആവും, ഒരുപാട് നീണ്ടു പോയാലെന്നറിയാം. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചാനൽ തുടങ്ങിയാൽ മെച്ചം ഉണ്ടാവില്ലെന്ന്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഞാൻ ഇതിൻ്റെ കൂടെ തരും. അപ്പോൾ മറിച്ച് എനിക്കും സപ്പോർട്ട് വേണം. കാരണം ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഞാൻ ഈ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പുതിയതായിട്ട് തന്നെ ചാനൽ തുടങ്ങണം. എനിക്ക് പഴയ ചാനലിൽ 1-2 ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ വെച്ച് പറയാൻ തന്നെ കാരണം. അതിൽ കോപ്പി റൈറ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ആകെ ഇഷ്യൂ ഉണ്ട്. അപ്പം കൈയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്.